നിർണയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഈ മണിക്കൂറുകളിൽ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് ഇടവരട്ടെ. തിരുവചന ധ്യാനത്തിനായിട്ട് ഒരു വചനഭാഗം അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. 2 തിമോത്തിയോസ് അധ്യായം 2, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുക. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. മൂന്ന് ഉപദേശങ്ങൾ ഒരു ഗുരു തൻ്റെ ശിഷ്യന് കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗുരുഭൂതൻ. സത്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് പൗലോസ് വന്നിട്ട് അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെ ഒരു വലിയ വർഷത്തെ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ടല്ല, എന്നാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്. പക്ഷേ പഠിച്ചതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷയ്ക്ക് ദൈവം പോളിനെ അയക്കുകയാണ്, വിശുദ്ധ പൗലോസിനെ അയക്കുകയാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ട്വിസ്റ്റിംഗ് പോയിൻറ്റുകൾ, ചില ടേണിംഗ് പോയിൻറ്റുകളുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ എഴുതിക്കൂട്ടി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വെക്കും. പക്ഷേ അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ ആയിരിക്കുകയില്ല. ഒരാൾ, ഒരു നിത്യ രോഗിയായിട്ടുള്ള ഒരാൾ, ആ രോഗത്തിൻ്റെ വേദനയ്ക്കിടയിലും അയാൾ പറഞ്ഞൊരു തമാശ ഓർക്കുകയാണ്. ചെറുപ്പം മുതൽ പഠിച്ച് ഡിഗ്രി വരെയുള്ള സമയത്ത് ഒരു ഡോക്ടറാകണമെന്നായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. പല പ്രാവശ്യം എൻട്രൻസ് എഴുതി അത് ഫെയിലായി. അവസാനം ഡോക്ടറായില്ലെങ്കിലും ഇന്ന് ഞാൻ ഒരു പേഷ്യൻ്റായി. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. പൗലോസ്ലീഹ വേറെ ഒരു ഡയറക്ഷനിൽ കൂടെ വന്ന ആളാണ്. പക്ഷേ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ആർക്കു വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു ജനതയ്ക്ക് വേണ്ടി നിന്നതുപോലെ, പഴയ നിയമത്തിൽ സാവൂൾ നിന്നു, പുതിയ നിയമത്തിലെ സാവൂൾ നിന്നതുപോലെ, താൻ അതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ താൻ ശത്രുപക്ഷത്ത് വെച്ച ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവത്തെ നേടുവാൻ പരിശുദ്ധാത്മാവ് പോളിനെ വിളിക്കുകയാണ്, പൗലോസ്ലീഹായെ ക്ഷണിക്കുകയാണ്. ജീവിതത്തിലെ ഗതികളും വിഗതികളും ഒക്കെ മാറും എന്ന് നമ്മൾ ജീവിതത്തിൽ അടിവരയിട്ട് പറയണം. ഇന്നത്തെ കഷ്ടതകളൊക്കെ അതിന് അധികം ആയുസില്ലെന്നൊക്കെ നമ്മൾ തുറന്ന് പറയണം. അല്ലെങ്കിൽ ഇന്നത്തെ ഈ നിരാശ, ഇന്നത്തെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുന്ന ഈ എനിക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു എന്താണ് പറയുക, ഒരു സൈലൻസ്,
ഒരു മുരടിപ്പ് അതൊക്കെ മാറിപ്പോകുമെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. ജീവിതത്തിൽ വലിയൊരു ഡൈവേർഷൻ ദൈവം തരാൻ പോകുന്നുണ്ട്. നോക്കിക്കേ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു വലിയ ഇത്രയും ജ്ഞാനം ആർജിച്ച ഒരാൾ ഇല്ല. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം ലഭിച്ച ആളാണ്. ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് വിശ്വാസം കൈക്കൊണ്ട മനുഷ്യൻ. എന്നിട്ടോ അവിടെ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടെ അദ്ദേഹം നേടിയ ജ്ഞാനം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അദ്ദേഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത് രണ്ടും കൂടെ സംയോജിച്ചപ്പോൾ താൻ പണ്ട് സ്വായത്തമാക്കിയതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഒരു പുതിയ പടയാളിയായി രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെയുള്ള മനുഷ്യൻ കൊടുക്കുന്ന ഉപദേശമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തൻ്റെ വത്സല ശിഷ്യന് കൊടുക്കുന്ന ഉപദേശം. നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം ആലോചിച്ച് നോക്കണം. നമുക്കിടയിലും ഇതുപോലെ നമ്മളും പലരുടെയും ഗുരുക്കന്മാരാണ്, അത് മറന്നു പോകരുത്. നമുക്കിടയിൽ ദൈവം കുറേ ശിഷ്യന്മാരെ നമ്മളിലൂടെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്, മറന്നു പോകരുത്. അല്ലാതെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക പഠിക്കുക മാത്രം ചെയ്യുന്നവരാകാതെ കേട്ടതും പഠിച്ചതുമൊക്കെ താഴെയുള്ളവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇടയിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാകാം, മക്കളാകാം, അയൽപക്കങ്ങളിലുള്ളവരാകാം, നമ്മുടെ സ്നേഹിതരാകാം, ഒപ്പം ജോലി ചെയ്യുന്നവരാകാം, ഒപ്പം പഠിക്കുന്നവരാകാം, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ഗുരുവിൻ്റെ റോള് എനിക്ക് നിങ്ങൾക്കുമൊക്കെയുണ്ട് എന്ന് മറന്നു പോകേണ്ട. 3 ഉപദേശങ്ങളാണ് പൗലോസ്ലീഹ തൻ്റെ വത്സല ശിഷ്യന് കൊടുക്കുന്നത്. തീമോത്തിയോസും പൗലോസും തമ്മിലുള്ള ബന്ധം അത്രമാത്രമുണ്ട്. ഒരു അപ്പനും മകനും എന്നതുപോലെ അവർ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അവരുടെ ഈ 2 ലേഖനങ്ങൾ 1 തീമോത്തിയോസും 2 തീമോത്തിയോസും നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അവർ തമ്മിലുള്ള ഒരു ഇഴുകിച്ചേരൽ, ക്രിസ്തുവിനോട് ചേർന്ന് ഇവർ ഗുരുവും ശിഷ്യനുമായി അപ്പനും മകനുമായി എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്തത്, എങ്ങനെയാണ് അവർ പരസ്പരം വിശ്വാസം കൈമാറിയത്, ധൈര്യപ്പെടുത്തിയത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ വായിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ ഉപദേശം പൗലോസ്ലീഹ തീമോത്തിയോസിന് കൊടുക്കുന്നത് നീ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം. നമുക്കിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കാൻ അവരുടെ വേദനയുടെ മുകളിൽ കയറി നിൽക്കാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് ശുശ്രൂഷ ചെയ്യാൻ ശക്തിയില്ലെന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് വരദാനങ്ങളില്ല, അതില്ല, ഇതില്ല, ഇതൊക്കെ നമ്മളിന്ന് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ കാര്യം? കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് ഒഴുകുന്നില്ല. പൗലോസ്ലീഹ തന്നെ ഇവിടെ പറയുന്നുണ്ട്. 1 തീമോത്തിയോസ് 1-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നിലേക്ക് കരകവിഞ്ഞ് ഒഴുകി. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ശക്തി എങ്ങനെയാണ് വന്നത്? യേശുവിനുള്ള എൻ്റെ വിശ്വാസത്തിലൂടെ, അതുപോലെ തന്നെ യേശുവിനോടുള്ള എൻ്റെ സ്നേഹത്തിലൂടെ കരകവിഞ്ഞ് ഒഴുകി. എത്രത്തോളം നമ്മൾ കർത്താവിനോട് ഒട്ടി നിൽക്കുന്നു, വിശ്വാസത്തിൽ കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു, എത്രമാത്രം സ്നേഹത്തിൽ നമ്മൾ രൂപപ്പെടുന്നു. ഒരുപാട് പേരോട് ക്ഷമിക്കാനുണ്ട്, ഒരുപാട് പേരോട് സ്നേഹിക്കാനുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കൽ വേയിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ശക്തി ഒഴുകുന്ന ഒരു നദി പോലെ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ഇപ്പോഴും ശക്തനായിരിക്കണം. അവൻ പ്രാർത്ഥനയിലൂടെ കൃപാവരങ്ങളിൽ ശക്തനായിരിക്കണം. അവൻ ദൈവത്തിന് വേണ്ടി ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അവന് സാധിച്ചു കൊടുക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരാളെ നോക്കി പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണാൻ ഇടവരണം. അത് കർത്താവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കൃപാവരത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകണം, കർത്താവിൻ്റെ ശക്തി നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. തീമോത്തിയോസിനോട് തന്നെ പൗലോസ്ലീഹ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രവചനപ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപാവരത്തെ നീ അവഗണിക്കരുത് എന്ന് പറഞ്ഞാൽ തീമോത്തിയോസിനോട് അനേകം പേർ പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം നിന്നെ തൻ്റെ ശക്തിയിൽ നിന്നെ ഉപയോഗിക്കുന്നു, ദൈവം തൻ്റെ ശക്തി നിന്നിലേക്ക് ഒഴുക്കുന്നു എന്ന് പ്രവചനങ്ങൾ തീമോത്തിയോസിന് കിട്ടിയിട്ടുണ്ട്. അത് പൗലോസിന് അറിയാം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഈ പ്രവചനപ്രകാരം നിനക്ക് ലഭിച്ചത്, അതുപോലെ തന്നെ സഭയിലെ ശ്രേഷ്ഠന്മാരുടെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചത്, ഈ 2 മേഖലയിലും കൃപാവരങ്ങളും ശക്തിയും ഒഴുകും. അതുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൗരോഹിത്യമൊക്കെ
വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് പൗരോഹിത്യത്തിൻ്റെ വിലയും പൗരോഹിത്യത്തിൻ്റെ ശക്തിയും പൗരോഹിത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവരൂപവുമൊക്കെ നമ്മൾ കാണേണ്ടതും അതിനെ കൂടുതൽ ബഹുമാനിക്കേണ്ടതും ഈ എതിർസാക്ഷ്യങ്ങളുടെ മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുന്ന, മറ്റുള്ളവർ വാതോരാതെ ട്രോളുകൾ അയക്കുന്ന സമയത്ത് വേണം ഏറ്റവും ബഹുമാനത്തോടെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി സഭയുടെ ശ്രേഷ്ഠന്മാരെയും പൗരോഹിത്യത്തെയും നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് കുറച്ചുകൂടെ ശക്തരായിട്ട് നമുക്ക് വരാം. ഒരു ശക്തിയുമില്ലാത്ത ക്രിസ്ത്യാനിയാണ്. ഒരു കാറ്റ് വന്നപ്പോൾ, ഒരു മഴ ഒലിച്ചിട്ട് വന്നപ്പോൾ നിന്നെ കാണാനില്ല എന്ന് പറയാൻ ഇടവരരുത് പ്രിയപ്പെട്ടവരെ. ശക്തന്മാരായിട്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കണം. ആവോളം പ്രാർത്ഥിക്കണം. വാവിട്ട് കർത്താവിനോട് കരഞ്ഞ് നിലവിളിച്ച് ഹൃദയത്തെ കഴുകി നിർമ്മലമാക്കി വിശുദ്ധീകരിച്ച് ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം. പവർഫുള്ളാകണം. എന്നിട്ട് ദൈവം തരുന്ന ശക്തികൾ, വരങ്ങൾ നമ്മൾ സ്വീകരിക്കണം. എന്തോരം വരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സമ്പത്തിൽ കിടക്കുകയാണ്. പ്രവചനവരം, ഭാഷാവരം, രോഗശാന്തി വരം, വ്യാഖ്യാനവരം, വചനപ്രഘോഷണത്തിലുള്ള വരം, എന്തോരം കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത മറ്റൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നവരാകരുത്. കുറേ നന്മയൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി എന്ന കേവല തത്വത്തിൽ മാത്രം നമ്മൾ വിശ്വസിക്കരുത്. അതുകൊണ്ട് കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ എന്തൊക്കെ ചെയ്യണമോ, ആഴ്ചയിൽ ഒരു ദിവസമുള്ള ഉപവാസം അതിനെ ശക്തിപ്പെടുത്തുന്നെന്ന് ബോധ്യമായാൽ അതിൽ നിന്ന് ഒരു കാരണവശാലും മാറിപ്പോകരുത്. പേഴ്സണൽ പ്രയറിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. ഉപവാസമെടുത്തുകൊണ്ട് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടിപ്പായി നിന്ന് മുട്ടിന്മേൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാന സാധിക്കുന്നിടത്തോളം ദിവസങ്ങൾ സ്വീകരിക്കണം. അത് ബലി അർപ്പിക്കണം നമ്മൾ. ഇതൊക്കെ കർത്താവിന് ശക്തി നമ്മിലേക്ക് ഒഴുകി വരുന്നതാണ്. ആവർത്തിച്ച് ദൈവവചനങ്ങൾ വായിച്ച് അത് ഡിക്ലെയർ ചെയ്യണം. ആവർത്തിച്ച് വചനഭാഗങ്ങൾ പറഞ്ഞ് അത് ഹൃദയത്തിൻ്റെ മടക്കുകളിൽ ആ വചനത്തിൻ്റെ ശേഖരമുണ്ടാകണം. അതൊക്കെ വലിയ കൃപാവരങ്ങൾ, ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ നിലനിൽക്കുന്ന അനുഭവമാണ്. രണ്ടാമത്തത് പൗലോസ് പറയുന്ന കാര്യം, അനേക സാക്ഷികളുടെ മുമ്പിൽ വെച്ച് എന്നിൽ നിന്ന് കേട്ടവ നീ മറ്റുള്ളവരെ പഠിപ്പിക്കണം. അവിടെ വലിയൊരു ഒരു ട്വിസ്റ്റ് പൗലോസ്ലീഹ ഇടുന്നുണ്ട്. ആരെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നറിയാമോ? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരെ നീ പഠിപ്പിക്കണം. ഒന്നാലോചിച്ച് നോക്കിയാൽ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയുന്നവരെ നീ പഠിപ്പിക്കണം. അതായത് നമ്മിലൂടെ വചനപ്രഘോഷണം അവരിലൂടെ, അത് കേൾക്കുന്നവരിലൂടെ തുടരണം. ഇത് വലിയൊരു തുടർ പ്രോസസ്സാണ്. നാം പറയുന്നത് കേട്ടവർ കേൾക്കുന്നത് കൊണ്ട് ദൈവാനുഗ്രഹം സ്വീകരിച്ച് അവർ എൻഡ് യൂസേഴ്സായി തീരാതെ അവർ പുതിയ ശുശ്രൂഷകരായി അവർ അവിടെ നിന്ന് അടുത്ത ആളിലേക്ക് അത് കൈമാറണം. അങ്ങനെയുള്ളവരെ, ആ തലത്തിലേക്ക് നിൻ്റെ ശ്രോതാക്കളെ, നിൻ്റെ ചുറ്റുമുള്ളവരെ നീ ബലപ്പെടുത്തണമെന്ന് പൗലോസ്ലീഹ തീമോത്തിയോസിനോട് പറയുകയാണ്. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് എന്നിൽ നിന്ന് കേട്ടവ ഇതാ നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പര്യാപ്തമായവരെ നീ അത് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പറയുക. ക്രിസ്തുവിനെക്കുറിച്ച് തന്നെ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. തീമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനത്തിൽ 1 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അവൻ, അതായത് കർത്താവായ യേശു ക്രിസ്തു യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യമാണ്. അപ്പോൾ യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ആ യേശു ക്രിസ്തുവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മൾ പതുങ്ങിയിരുന്നാൽ മതി. യേശു ക്രിസ്തുവിൻ്റെ നിഴലിൽ നമ്മൾ ഒതുങ്ങുക. യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ നടന്ന് അടുക്കുക. ക്രിസ്തുവിൻ്റെ വസ്ത്രാഞ്ചലത്തിനുള്ളിൽ നമ്മെ തന്നെ ഇരുത്തുക. കർത്താവാണ് ഏറ്റവും വലിയ സാക്ഷ്യം, ക്രിസ്തുവാണ്. ആ സാക്ഷ്യത്തോടെ നമ്മൾ ചേരുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ മറ്റൊരു ക്രിസ്തുവിൻ്റെ രൂപമായി അനേകരുടെ മുമ്പിലേക്ക് അവൻ്റെ സാക്ഷ്യം പേറാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ സാക്ഷ്യം കൊടുക്കുന്നതിൽ നിന്ന് ഒരിക്കലും ലജ്ജിക്കരുത്. ദൈവം വലിയവനാണ്. ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരം പോലും വിനിയോഗിക്കരുത്. അത് വൃഥാവിൽ എടുത്തു കളയരുത്. അത് വിനിയോഗിക്കാതെ ഇരിക്കരുത്. ഒരു അവസരം ദൈവം തന്നാൽ അവിടെ ദൈവത്തെ ഉയർത്താൻ, ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ കിട്ടിയാൽ അതുപോലെ വലിയൊരു ഭാഗ്യമില്ല സഹോദരങ്ങളെ. അത് മറന്നു പോകരുത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇക്കാരണത്താൽ നീ പറഞ്ഞവയെല്ലാം അധികാരപൂർവ്വം നീ പഠിപ്പിക്കണം. ആരും നിൻ്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടവരരുത്. 1 തീമോത്തിയോസ് 4:11-12 വാക്യങ്ങളിൽ പറയുകയാണ്. നീ അധികാരത്തോടെ പഠിപ്പിച്ചുകൊള്ളുക. നിൻ്റെ പ്രായക്കുറവിൻ്റെ പേര് പറഞ്ഞ് ആരും നിന്നെ നെഗ്ലക്റ്റ് ചെയ്യാൻ ഇടവരരുതെന്ന് പൗലോസ്ലീഹ തീമോത്തിയോസിനെ അഡ്വൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട്
ധൈര്യപൂർവ്വം കർത്താവിനെ സാക്ഷ്യപ്പെടുത്തണം, കർത്താവിനെ പ്രൊക്ലെയിം ചെയ്യണം. അത് വലിയ ഒരു അനുഭവമാണ്. കർത്താവിന് കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് നാം കൊടുക്കുന്ന സാക്ഷ്യം അതിലും വലുത് മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൻ്റെ ദൈർഘ്യമല്ല ജീവിതത്തിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത്. എത്രമാത്രം മാധുര്യത്തോടെ ആ ജീവിതം അത് എത്ര ഷോർട്ടായിക്കൊള്ളട്ടെ, അത് നമ്മൾ അൽഫോൻസാമയെ നോക്കി എത്ര കാലം ജീവിച്ചു. അതുപോലെ തന്നെ എത്രയോ വിശുദ്ധർ ചെറുപ്പകാലത്ത്, പക്ഷേ ഏതാനും വർഷങ്ങളെ അവർ ഈ ഭൂമിയിൽ അവരുടെ പ്രധാനപ്പെട്ട നാളുകൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ചുരുങ്ങിയ വർഷം കൊണ്ട് ഇന്നും മായ്ക്കാൻ കഴിയാത്ത എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ വിശുദ്ധരുണ്ട്. ഇന്നും അവരുടെ സ്മരണ മായുന്നില്ല. അവരിൽ നിറഞ്ഞു നിന്ന കൃപാവരം അവരെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മിലേക്ക് ദൈവം വാരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സാക്ഷ്യമുള്ളവരായി നമ്മൾ തീരണം. സാധിക്കുന്നിടത്തോളം നല്ല സാക്ഷ്യം നമ്മൾ ലോകത്തിന് കൊടുക്കണം. അത് വലിയൊരു അനുഗ്രഹമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഡിക്ലെയർ ചെയ്യുക, ദൈവത്തെ ഏറ്റുപറയുക, അതിലും വലിയ ഒരു സാക്ഷ്യം ലോകത്തിന് നമുക്ക് കൊടുക്കാനില്ല. അതിലും മെച്ചപ്പെട്ട ഒരു സാക്ഷ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമത്തത് പൗലോസ് ലീഹ കൊടുക്കുന്ന ഉപദേശമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ നീ സഹിക്കുക. നല്ലൊരു പടയാളിയായി നീ മാറുക. ഒരു നല്ല സോൾജിയറിൻ്റെ പ്രത്യേകത എന്താണ്? തൻ്റെ ഇഷ്ടം നോക്കാറില്ല. തന്നെ സൈന്യത്തിലേക്ക് അയച്ച, തന്നെ ഏൽപ്പിച്ച മിഷൻ, ആ ദൗത്യം എന്താണോ അതിനുവേണ്ടി പൊരുതുക. ആ ദൗത്യത്തിനിടയിൽ മരിക്കാനാണ് വിധിയെങ്കിൽ സന്തോഷത്തോടുകൂടെ വെടിയുണ്ടകളെ സ്വീകരിക്കുക, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. തന്നെ ഏൽപ്പിച്ചവൻ്റെ ദൗത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഒരു പടയാളിയുടെ ഏറ്റവും വലിയ ക്യാരക്ടർ, ബേസിക് ക്യാരക്ടർ ക്വാളിറ്റി അതാണ്. അപ്പോൾ ഒരു പടയാളിയെപ്പോലെ നീ പൊരുതണമെന്ന് പൗലോസ് ലീഹ തീമോത്തിയോസിനെ ഉത്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ നമ്മളൊക്കെ സാധാരണ ഓരോ നാടുകൾ സന്ദർശിക്കുമ്പോൾ അതിൻ്റെ നെയിം ബോർഡുകൾ കാണാം. അപ്പോൾ ട്രിവാൻഡ്രം, കൊച്ചിൻ, കോഴിക്കോട്, കോട്ടയം ഇതെല്ലാം നമുക്ക് കാണാം, നെയിം ബോർഡുകളുണ്ട്. വിശുദ്ധ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയത്തെ നിർമ്മലമായി നമ്മുടെ വികാരങ്ങളെ, ആത്മീയ വികാരങ്ങളെ ഉണർത്തുന്ന ഒരു ബോർഡ് അവിടെ നമുക്ക് വായിക്കാൻ പറ്റും. ജെറുസലേമിലേക്ക് പോകുമ്പോൾ അതിങ്ങനെയാണ്: ജെറുസലേം, ദ സിറ്റി ഓഫ് ഡേവിഡ്. ദാവീദിൻ്റെ നഗരമായ ജെറുസലേമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജെറുസലേമിനെ ദാവീദിൻ്റെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ചെറുപ്പകാലം മുതൽ എല്ലാവരാലും നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒരു കഴിവും അന്ന് ദാവീദിൽ ആരും കണ്ടിരുന്നില്ല. അതുവരെ അപ്പനും അമ്മയും മൂത്ത സഹോദരങ്ങൾ, തനിക്ക് താഴെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ചവിട്ടിത്തേൽക്കുന്ന ഏറ്റവും ഇളയ സഹോദരനായി വീട്ടിലൊക്കെ ഒതുങ്ങിപ്പോയ മനുഷ്യൻ. നമ്മൾ പറയില്ല എല്ലാവരും തോളെ കയറുന്ന ഒരാളെന്ന്, അതുപോലെ എന്നിട്ടും ജീവിതത്തിൽ ഒതുങ്ങിക്കൂടിയ ദാവീദിനെ നമ്മൾ കാണണം പ്രിയപ്പെട്ടവരെ. ബാലനായ ദാവീദ്. എന്നാൽ അവൻ്റെ കൗമാരത്തിലേക്ക് വന്നു. അപ്പൻ അവനോട് പറയും, നീ ആടുകളെയും കൊണ്ട് വനത്തിലേക്ക് പോടാ. അങ്ങനെ ദാവീദ് വനത്തിൽ പോയി ഈ ആടുകളുമായി പൊരുതുകയാണ്. അല്ലെങ്കിൽ ഈ ആടുകൾക്ക് ഭക്ഷണം ഉള്ള സ്ഥലങ്ങളിലേക്ക്, നീരുറവകളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു. സായന്തനമാകുമ്പോൾ അതിനെ തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ അപ്പൻ്റെ ആടുകളല്ലേ, ഒന്നോ രണ്ടോ പോയാൽ എനിക്കെന്ത്? അല്ലെങ്കിൽ എന്നും ഈ ജോലി അപ്പൻ എനിക്ക് തരുന്നു, ബാക്കിയുള്ളവർക്ക് നല്ല ജോലി കൊടുക്കുന്നു. ഇനി അപ്പനിട്ട് ഞാനൊരു പണി കൊടുക്കണം, എൻ്റെ ചേട്ടന്മാർക്കിട്ട് ഞാനൊരു പണി കൊടുക്കണം എന്നെല്ലാം ദാവീദിന് ചിന്തിക്കാം. പക്ഷേ ദാവീദ് അതൊന്നും ചെയ്യുന്നില്ല. നോക്കിക്കേ, പോകുന്ന സമയത്ത് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ചിന്തയുള്ളൂ. ദാവീദ് ഒരു സോൾജിയറായിട്ട് മാറുകയാണ്. എന്നോടൊപ്പമുള്ള ഈ 100 കണക്കിന് ആടുകളിൽ ഒരെണ്ണത്തിനെ പോലും ഞാൻ കാട്ടുമൃഗങ്ങൾക്ക്, ചെന്നായിക്കോ സിംഹത്തിനോ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അത് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട്, ഓരോ ആടുകളിലും ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട്. കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുന്നതും അനുസരണമില്ലാത്തതുമായ ആടുകളുണ്ട്. അതിനെ കാണുമ്പോൾ അതിനെ പ്രത്യേകം നോട്ടമിട്ട്, കാരണം അതിനെയാണ് ശത്രു, കൂട്ടത്തിൽ അകലുമ്പോഴാണ് അതിനെ ശത്രു ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം അഗ്രഗണ്യനായി ഈ ആടുകളെ നോക്കി വനാന്തരങ്ങളിലൂടെ പാടിപ്പാടി, സിനിമാ പാട്ട്, നാടക ഗാനങ്ങളൊന്നും ഒന്നുമല്ല, ദാവീദ് തന്നെ ഓരോ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി.
ഹെബ്രായ ഭാഷയിൽ ദാവീദ് കാവ്യങ്ങൾ രചിച്ചു. അവൻ്റെ ഹൃദയത്തിൻ്റെ മടക്കുകളിൽ എഴുതി വയ്ക്കാൻ പേപ്പറുകളും പേനയുമൊന്നുമില്ല. അവനൊരു ഇടയച്ചെറുക്കനാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ മടക്കുകളിൽ അവനിതെല്ലാം എഴുതി വെച്ച് സങ്കീർത്തനമായി പിന്നീട് അത് രൂപാന്തരപ്പെട്ടു. ആ വനത്തിൻ്റെ ഉള്ളിലൂടെ അവൻ ഇത് ഗാനങ്ങളാക്കി. പിന്നീട് അതെല്ലാം ദൈവവചനമായി തീർന്നു എന്നുള്ളതാണ്. ദാവീദിലൂടെ ഒഴുകിയ ഗാനങ്ങൾ, ദാവീദിലൂടെ ഒഴുകിയ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായി ദൈവം അത് കടമെടുക്കുന്നു. കാരണം അത് ദൈവത്തിൽ നിന്ന് തന്നെ ഒഴുകിയിറങ്ങിയതാണ്. ആ ദൈവം തന്നെ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ദാവീദ് രാജാവ് എത്രയോ ശക്തമായ പടയാളികൾക്കുള്ള ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൻ്റെ ഇതേപോലെയുള്ള സംരക്ഷണ മേഖലകൾ തരും. എല്ലാവരും തഴയപ്പെട്ട ജോലി, വീട്ടിൽ ആർക്കും വേണ്ടാത്തവൻ, ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവൻ, ഒരു കഴിവും ബേസിക്കലി ഉണ്ടെന്ന് തോന്നാത്തവർ നമുക്കിടയിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേരിൽ ഉണ്ട്. ചിന്തിച്ച്. എന്നാൽ ദൈവം നിങ്ങളെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റെല്ലാവരും നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യട്ടെ, നിങ്ങളെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് എല്ലാവരും എഴുതി ഒപ്പിട്ട് വെച്ചുകൊള്ളട്ടെ. പക്ഷേ ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വിലയിടുന്നു. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു, കൃപാവരങ്ങളിൽ നിറയ്ക്കുന്നു. അവന് സാക്ഷ്യമേകാൻ പറയുന്നു, അവൻ്റെ പടയാളിയാകാൻ പറയുന്നു. എഴുന്നേറ്റ് പടച്ചട്ടകൾ ധരിച്ച്, തൊപ്പി അണിഞ്ഞ്, വാള് ഉറയിലിട്ട്, പാദരക്ഷകൾ ധരിച്ച് ഒരു സൈന്യത്തിൽ, ഒരു യുദ്ധത്തിന് എന്നതുപോലെ നമുക്ക് ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങണം പ്രിയപ്പെട്ടവരെ. ദാവീദിൽ കണ്ട ഈ ഒരു ചൈതന്യം നോക്കിക്കേ. ജെറുസലേം എന്ന മണ്ണിനെ ദൈവത്തിൻ്റെ നഗരമാക്കി ഒരു ജനതയുടെ ആത്മീയ തലസ്ഥാനമായി പടയാളി രൂപപ്പെടുത്തുകയാണ്. ജെറുസലേമിൻ്റെ ഓരോ മണ്ണിനെ പോലും ആത്മീയതയോടെ സ്തുതിപാഠങ്ങൾ പഠിപ്പിച്ച മനുഷ്യനാണ് ദാവീദ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ദാവീദിൻ്റെ മനസ്സിൽ അടങ്ങാത്ത ഒരാഗ്രഹം, ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി പടവെട്ടി ദൈവത്തോട് ചേർന്ന് നിന്ന് ആടുകളുടെ ഇടയനായി ജീവിച്ചവൻ അവസാനം എന്താണ് പറയുക, അജഗണങ്ങളുടെ ഇടയിൽ മനുഷ്യരുടെ രാജാവായി, രാജാക്കന്മാരുടെ രാജാവായി, മഹാരാജാവായി അദ്ദേഹത്തെ ദൈവം സിംഹാസനത്തിലേക്ക് ഉയർത്തുകയാണ്. അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനത്തെ പോലും ഒരു ഫിസിക്കൽ രാജത്വത്തിലല്ല ദാവീദ് സൂക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്തഃപുരം മുഴുവൻ ദേവാലയമായിരുന്നു. ദേവാലയത്തിൻ്റെ വിശുദ്ധ അൾത്താരകളായിരുന്നു. അവിടെ മുഴുവൻ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും കൊണ്ട് ആ മണ്ണിനെയും ആ അന്തഃപുരത്തെയും ഒക്കെ അദ്ദേഹം മുഖരിതമാക്കി. അങ്ങനെ ജെറുസലേമിനെ മുഴുവൻ ആത്മീയതയിൽ ജ്വലിപ്പിച്ച മനുഷ്യൻ. മനസ്സിലടങ്ങാത്ത ഒരാഗ്രഹം ഈ പടയാളികളുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, തമ്പുരാനെ, ഞാനൊരു ആലയം പണിയട്ടെ, എൻ്റെ മനസ്സിലുള്ള വലിയൊരാഗ്രഹമാണ്. എന്നാൽ ദൈവം പറഞ്ഞു, നിൽക്കട്ടെ, നിനക്ക് ശേഷം നിൻ്റെ മകനെയും ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിച്ചതിലധികം ഞാൻ അവനെ അനുഗ്രഹിക്കും. ഇതാണ് ഒരു പടയാളിക്ക് ദൈവം കൊടുക്കുന്ന ബ്ലെസ്സിങ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ തലമുറകൾ, ജനറേഷൻസ് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ വിളിച്ചിട്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്തിട്ട് ഭഗ്നാശരായ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ദൈവത്തെ ശുശ്രൂഷ ചെയ്തിട്ട് ആരെങ്കിലും തകർന്നു പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അവർ ദൈവത്തിന് യഥാർത്ഥ ശുശ്രൂഷ ചെയ്തവരല്ല. എവിടെയോ ഒളിഞ്ഞും തിരിഞ്ഞു വരുന്ന ദൈവത്തിനെതിരെ എതിർസാക്ഷ്യം കൊടുത്തവർ കൂടി ആയതുകൊണ്ടാണ് അവരുടെ തലമുറയിൽ വേദനകൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തെറ്റുതിരുത്തലുകളുടെ നല്ല കാലഘട്ടത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ജെറുസലേമിൽ ഒരു ദേവാലയം തൻ്റെ ഹൃദയത്തിൽ പണിത് ഉയർത്തിയ മനുഷ്യനാണ് ദാവീദ്. അതാണ് ഒരു പോരാളിയുടെ, ഒരു പടയാളിയുടെ ശൗര്യം, വീര്യമെന്ന് പറയുന്നത്. അതാ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രാജാവിനോട്, ദാവീദിനോട് ദൈവം പറയുന്നത്, നിൽക്കട്ടെ, നീ അത് പണിത് കഴിഞ്ഞു, ഇനി നിൻ്റെ മകൻ കല്ലും മണ്ണുമൊക്കെ ഉപയോഗിച്ച് അത് പണിയും. നിനക്ക് കൂടെ ഞാൻ കൊടുക്കുന്ന ബ്ലെസ്സിങ് നിൻ്റെ മകനിലൂടെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കും എന്ന് ദൈവം പറയുകയാണ്. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് അടിസ്ഥാനമിടുക. നമ്മളുടെ മക്കളും അവരുടെ മക്കളും, അത് നമ്മുടെ രക്തത്തിൽ പിറന്ന മക്കൾ മാത്രമാകരുത്. ഈ തലമുറയിൽപ്പെട്ടവരെയൊക്കെ നമ്മുടെ മക്കളായി കാണണം. മറ്റുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളും ഈ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളായി കണ്ട് ഹൃദയത്തിൽ അവർക്ക് വേണ്ടി, അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഈ കുഞ്ഞുങ്ങളെ മാത്രം നീ അനുഗ്രഹിച്ചാൽ മതി എന്ന മനോഭാവം മാറണം പ്രിയപ്പെട്ടവരെ. 2000-ഓ 20,000-ഓ കുഞ്ഞുങ്ങളെ മനസ്സിൽ സ്വപ്നം കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ പിതൃത്വം ഏറ്റെടുക്കണം. അവരുടെ പടയാളിയായിട്ട്
നിങ്ങളുടെ ബാറ്റിൽ ഫീൽഡിൽ ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്. അവർ ഈ ലോകത്തിൻ്റെ ഗതികളിൽ ഇൻ്റർനെറ്റിന്, സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായിട്ട് പോകുന്നു. അവർ തിന്മയുടെ പ്രതിരൂപങ്ങളായി മാറുന്നു. എനിക്കവരെ രക്ഷിക്കണം എന്ന് ഒരു പോരാളിയുടെ, ഒരു പടയാളിയുടെ ശൗര്യത്തോടെ പറയാൻ, വീര്യത്തോടെ പറയാൻ നമുക്ക് ഇടവരണം. ദാവീദ് ഈ സത്യത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യനാണ്. ഒരു പടയാളി ദൈവത്തിൻ്റെ മുമ്പിൽ എത്രമാത്രം ശക്തിയോടെയാണ് അവൻ കാര്യങ്ങൾ നേടേണ്ടത്. ഏത് വിധത്തിലും തിമോത്തിയോസിനോട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ, നിൻ്റെ കണ്ണുനീരിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ വന്ന് കണ്ട് ഒന്ന് സന്തോഷഭരിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് മനസ്സിലാക്കണം, ജീവിതത്തിൽ പലതും കണ്ണുനീര് കൊണ്ട്, തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീര് കൊണ്ട് നേടിയെടുത്ത മനുഷ്യനാണ് തിമോത്തിയോസ്. അതാ പൗലോസ്ലീഹ പറയുന്നത്. നോക്കി എത്രമാത്രം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്, ഭൂതനാണ്. പറയുകയാണ്, ശിഷ്യ, നിൻ്റെ കണ്ണുനീരിനെ പറ്റി എനിക്ക് ഓർക്കുമ്പോഴൊക്കെ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ കണ്ട് ഒന്ന് സന്തോഷഭരിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചേഞ്ച് ഓവറാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നെ കാണുമ്പോൾ, നിൻ്റെ കണ്ണുനീര് കാണുമ്പോൾ എനിക്ക് ഉന്മേഷം കിട്ടും, എനിക്ക് ഇരട്ടി ശക്തി കിട്ടുമെന്ന് ഗുരു ശിഷ്യനെ നോക്കി പറയുകയാണ്. എത്രമാത്രം നോക്കി, ലോകത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ട്വിസ്റ്റ് എത്രമാത്രമാണ് നോക്കി. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നവർ, കണ്ണുനീരോടെ യുദ്ധം ചെയ്യുന്നവർ, ഈ ലോകത്തിൽ പിശാചിന് എതിരെ, ലോകത്തിൻ്റെ ഗതിവിഗതികൾക്കെതിരെ കണ്ണുനീരോടെ യുദ്ധം ചെയ്യുന്ന പടയാളികൾ ഇന്ന് കുറവാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും ന്യൂസ് അവരുടെ മുമ്പിൽ, സോഫയുടെ മുമ്പിലിരുന്ന് വിധികർത്താക്കളായിട്ട് നമ്മളും ഇരിക്കുകയാണ്. അതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, ആയിക്കൊള്ളട്ടെ, എനിക്ക് നിങ്ങൾക്കും ഒരു ദൗത്യമുണ്ട്. ബാറ്റിൽ ഫീൽഡിലേക്ക് ദൈവം നമ്മളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. അവിടെ ദൈവത്തിന് വേണ്ടി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട്, കരുണയാകണമേ എന്ന് പറഞ്ഞുകൊണ്ട്, കണ്ണുനീരോടെ കർത്താവിന് നല്ല സാക്ഷ്യം കൊടുക്കുവാൻ നമ്മൾ ഇറങ്ങി വരണം പ്രിയപ്പെട്ടവരെ. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു പടയാളിയായി നാം രൂപാന്തരപ്പെടണം. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് യുദ്ധക്കളത്തിലിറങ്ങി ഏറ്റവും നല്ല പടയാളിയെ പോലെ തിരുസഭയ്ക്ക് വേണ്ടി ഏറ്റവും ആഴമായി പ്രാർത്ഥിക്കുന്ന മക്കളായി നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. 1 or 2 നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിലും വലിയ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് നമ്മളെ മടക്കിക്കൊണ്ടുവരും. ഇരുണ്ട കാലഘട്ടങ്ങളിലൂടെ എത്രമാത്രം വിഷമങ്ങളെ, സഹനങ്ങളെ ഈ 20 നൂറ്റാണ്ടുകളായി സഭ നേരിട്ടു. എവിടെയെങ്കിലും സഭയുടെ ഷട്ടർ അടച്ചോ? ഇല്ല, സഭയെ തകർക്കുക സാധ്യമല്ല. പിശാച് ആഞ്ഞടിക്കാൻ വരും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും. ഇതൊക്കെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം ചിതറി ഓടരുത്. വിശ്വസ്തനായ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് പൗലോസ്ലീഹ തരുന്ന ഉപദേശം സ്വീകരിച്ച് തിമോത്തിയോസിനെ പൗലോസ് ഉപദേശിക്കും പോലെ നല്ല പടയാളിയെപ്പോലെ, യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ നീ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഈ സമയത്ത് കഷ്ടപ്പാടുകൾ നീ ഏറ്റെടുക്കുക. കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. മറ്റുള്ളവരെ നന്മ പഠിപ്പിക്കുക. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.